ഒരു GST രജിസ്ട്രേഷൻ ഉണ്ട്. ഇ കോമേഴ്സ് നിർബന്ധമായും GST നിർബന്ധമാണ്. അപ്പോൾ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റും ഒരു GST ഉണ്ടെങ്കിൽ, ഇനി എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറയും. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ടെക്നിക്കലി ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും. ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ട്രാക്ഷനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റെസ്പോൺസ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എൻറ്റിറ്റിയിലേക്ക് മാറാം. അതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഇനീഷ്യലി സജസ്റ്റ് ചെയ്തൊരു മോഡൽ. ഓക്കെ, ഈ GST രജിസ്ട്രേഷൻ നിങ്ങൾ പറഞ്ഞല്ലോ. അതെ. അപ്പം എങ്ങനെ ചെയ്യാണ് ഇപ്പൊ GST രജിസ്ട്രേഷൻ? ഞാൻ കേട്ടത് ഇത്ര എമൗണ്ടിന്റെ മുകളിൽ മാത്രം രജിസ്ട്രേഷൻ മതി എന്നാണ്. അതെ. അപ്പൊ ഇതിപ്പം ബേസിക്കലി നമുക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് തൽക്കാലം ഈവൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഇല്ലാതെ പോലും നടത്താൻ പറ്റുമോ? അവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. ബിസിനസ്സിലേക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ സേവിങ്സ് ബാങ്കിൽ വന്നാൽ നമുക്ക് നോട്ടീസിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇൻകം ടാക്സിന്റെ. അപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്യാം. കറണ്ട് അക്കൗണ്ട് പേഴ്സണൽ പേരിൽ, ബിസിനസ് പേരില്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് മാത്രം ചെയ്യാം. അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ GSTയുടെ ബേസിക് ക്രൈറ്റീരിയ സർവീസ് ബിസിനസ് ആണെങ്കിൽ 20 ലാക്സിന് മുകളിലും, പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 40 ലാക്സിന് മുകളിലും ഉള്ളവർ മാത്രമാണ് GST എടുക്കേണ്ടത്. നമുക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും GST രജിസ്ട്രേഷൻ വേണം. സബ്ജക്ട് ടു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതായത് കേരളത്തിൽ മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് GST വേണമെന്നില്ല. പക്ഷെ പല ആളുകളും ഓൺലൈനിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ GST നിർബന്ധമായിട്ട് വരും. കാരണം നമ്മൾ ചിലപ്പോൾ ആമസോണിലായിരിക്കും ആദ്യം ലിസ്റ്റ് ചെയ്യുക, ഫ്ലിപ്കാർട്ടിലായിരിക്കും ചെയ്യുക. ഇത് റേസർ പേ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് GST നിർബന്ധമാണ്. അപ്പോൾ ഈ ഒറ്റ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാം.